ഇവിടെ മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടന അനുസരിച്ച് തെറ്റാണ്. പക്ഷേ അത് സൂത്രത്തിൽ മതാടിസ്ഥാനത്തിൽ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവിടുത്തെ UPA 2004-2014 ഗവൺമെന്റ് ചെയ്ത തെറ്റ്. ആ തെറ്റ് അവിടെ നിലനിൽക്കെ ഇപ്രാവശ്യം 1936 ലീഗിന്റെ ഭരണഘടനയെ പൊക്കിപ്പിടിച്ച് പാകിസ്ഥാന്റെ ഭരണഘടനയെ പൊക്കിപ്പിടിച്ച് ഇവർ വന്നു എന്നുള്ളതാണ് കോൺഗ്രസ് കാണിച്ച മണ്ടത്തരം. അതുകൊണ്ടാണ് കർണാടകം തോക്കുന്നതും മഹാരാഷ്ട്ര തോക്കുന്നതും ബാക്കി ബംഗാൾ തോക്കുന്നതിന്റെ ഒക്കെ കാരണം അത് തന്നെയാണ്. വളരെ അഗ്രസീവ് ആയിട്ടുള്ള പ്രീണനം. അത് കൃത്യമായിട്ട് നരേന്ദ്രമോദിജി അമിത്ഷാജിയും അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായ പ്രീണനം നടത്തി ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് കയ്യിലിരുന്ന ക്രിസ്ത്യൻ വോട്ടും സിഖിന്റെ വോട്ടും ജൈനന്റെ വോട്ടും ബുദ്ധന്റെ വോട്ടും കൂടെ പോയി. ഹിന്ദു വോട്ട് മാത്രമല്ല BJPക്ക് കിട്ടിയിരിക്കുന്നത്. ഹിന്ദു വോട്ട് മാത്രമല്ല, സിഖുകാരുള്ള സ്ഥലത്ത് പഞ്ചാബിൽ 5 സീറ്റ് കൂടെ കൂടുതൽ കിട്ടുക. ജൈനന്മാരുടെ ബുദ്ധന്മാരുടെ വോട്ട് കിട്ടുക. ഇന്ന് ജൈനന്മാരുടെ ബുദ്ധന്മാരുടെ സ്ഥലത്ത് ഇന്ന് 2 അസംബ്ലി ഇലക്ഷൻസിന്റെ വോട്ടെണ്ണൽ നടത്തിയിരിക്കുന്നത്. ഇപ്പൊ എണ്ണുമ്പം കണ്ടോ, ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം BJP ജയിക്കും. ക്രിസ്ത്യാനികൾക്ക് മജോറിറ്റി ഉള്ള കേരളം ഒഴിച്ചുള്ള ബാക്കി എല്ലാ സ്ഥലത്തും കിട്ടും. കേരളത്തിലും മണിപ്പൂർ വിഷയമാണല്ലോ ഇവർ പ്രചരണത്തിൽ ഉടനീളം ഉയർത്തിപ്പിടിച്ചത്. അത് ഷൂ ആയി പോയില്ലേ അല്ലേ? അരുണാചൽ പ്രദേശിലെ വിജയം കാണിക്കുന്നത് അത് തന്നെയാണ്. മാത്രമല്ല, അരുണാചൽ പ്രദേശിലെ മിന്നുന്ന വിജയം ചൈനയുടെ കരണത്ത് ഏറ്റ ഒരു അടികൂടിയല്ലേ? അല്ല, അതിനകത്ത് 2 കാര്യമുണ്ട്. നോർത്ത് ഈസ്റ്റ് മേഖല കംപ്ലീറ്റ് BJP തൂത്തുവാരുകയാണ്. അതായത് നോർത്ത് ഈസ്റ്റിലെ 42 സീറ്റിലും 35 സീറ്റും BJPക്കും സഖ്യകക്ഷികൾക്കുമാണ്. അതായത് ഏറ്റവും ചരിത്രപരമായ വിജയമാണ് നോർത്ത് ഈസ്റ്റിൽ. നോർത്ത് ഈസ്റ്റിലാണ് ക്രിസ്ത്യാനികൾ കുറച്ച് കൂടുതലുള്ള സ്റ്റേറ്റ് ഉള്ളത്. നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, അങ്ങനെയുള്ള മേഘാലയ, ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളുള്ളത്. ആസാം, ഇവിടെയൊക്കെ കൃത്യമായിട്ട് വോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കർണാടകത്തിലാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂര്, മംഗലാപുരം, ഈ 2 സ്ഥലങ്ങളിലാണ് ക്രിസ്ത്യാനികൾ കൂടുതലുള്ളത്. അവിടെയും BJP ആണ് ജയിക്കാൻ പോകുന്നത്. ഗോവ, അപ്പൊ അതുകൊണ്ട് ഈവൻ കന്യാകുമാരി. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഇവരുടെ ഈ തട്ടിപ്പ് പരിപാടി, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജിഹാദിയും ചേർന്ന് അവതരിപ്പിച്ച തട്ടിപ്പ് പരിപാടി പൊളിഞ്ഞു. അത് ഒരാൾ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. ഇപ്രാവശ്യം BJPയുടെ വോട്ട് ബേസ് വർദ്ധിച്ചു. അതിൻ്റെ അകത്ത് സിഖുകാരുടെ വോട്ടുണ്ട്, ജൈനന്മാരുടെ ഉണ്ട്, ബുദ്ധന്മാരുടെ ഉണ്ട്, പാഴ്സികളുടെ ഉണ്ട്, ക്രിസ്ത്യാനികളുടെ ഉണ്ട്. അതാണ് ഫണ്ടമെന്റൽ ആയിട്ട് ഇവർക്ക് വന്നത്. അതിപ്പോഴും ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവർ എന്താണ് സർവേ എടുക്കുന്നത് ആരാ? സർവേ എടുക്കുന്നതെന്ന് പറയുന്നത് പ്രൊഫഷണൽ കമ്പനികളാണ്. അവർക്ക് അവരുടെ വിശ്വാസ്യത ബാധിപ്പുണ്ട്. ഇപ്പൊ ഒരു 10ഓളം കമ്പനികൾ സർവേ എടുത്തിട്ട് അത് ഡിഫറെന്റ് ആൾക്കാർ പോയി എടുത്തിട്ട് ആ റിസർച്ച് മെത്തഡോളജിയെ ചോദ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാം, ശരിയാകാം. ഇത് റിസർച്ചിന്. പക്ഷെ 10 പേർക്കും ഒരുപോലെ തെറ്റിയെന്ന് ആരും കരുതുന്നില്ല. അത് അത്രേ ഉള്ള അതിൻ്റെ റിസർച്ചിന്റെ അകത്തെ കാര്യം. ഇവര് നടത്തുന്ന സർവേകളെല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള കമ്പനികൾ എടുക്കും. 10 പേർക്കും കൈക്കൂലി കൊടുത്തു, 10 പേരെ മാനിപ്പുലേറ്റ് ചെയ്തു എന്നൊന്നുമില്ല. ചിലപ്പോൾ 1-2 പേരെയൊക്കെ ആർക്കൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. ചെയ്ത കാലഘട്ടങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഈ സർവേ കാണിക്കുന്നത് ഓൾമോസ്റ്റ് യൂണിഫോം റിസൾട്ട് ആണ് എല്ലാ സർവേയിലും കാണിക്കുന്നത്. അതിന്റെ കാരണം കൃത്യമായിട്ട് കോൺഗ്രസ് ഒരു പ്രത്യേക ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ടാണ് കോൺഗ്രസിന്റെ മുഴുവൻ പരിപാടികളും. ബാക്കി ആർക്കും അവിടെ റോളില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കള് BJP ഓഫീസിൽ അഭയം തേടി എന്ന് പറയുമ്പം കേരളത്തിലെ കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ നേതാവിനും ഹിന്ദു നേതാവിന്റെയും വീട്ടിൽ രണ്ടിടത്തും അവർക്ക് മനസ്സിലായല്ലോ കോൺഗ്രസിൽ ഇനി നിന്നുകൊണ്ട് കാര്യമില്ല. കുറി തൊട്ട് വരുന്നവരെ തുറിച്ചു നോക്കുന്നു എന്നാണ് ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ മകള് BJPയിലോട്ട് വന്നപ്പം പറഞ്ഞത്. വേറൊരു നേതാവിന്റെ മകനും, ഉന്നത നേതാവിന്റെ മുഖ്യമന്ത്രിയുടെ മകനും ഇവിടെ എത്തി. കാരണം കോൺഗ്രസിന്റെ കൃത്യമായിട്ട് കോൺഗ്രസ് 1947 ലീഗായിട്ട് മാറിയിരിക്കുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. രാജ്യം മൊത്തം കോൺഗ്രസ് ലീഗായി മാറിയിരിക്കുന്നു. ഇനി ആ പേര് പോലും അവർ കൊണ്ട് നടക്കുന്നതിൽ അർത്ഥമില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് ഇല്ല, ഇപ്പോൾ ഉള്ളത് ലീഗാണ്. അവർ ആ പേര് മാത്രം മെയിൻറ്റെയിൻ ചെയ്തു. ലീഗിന്റെ പ്രകടന പത്രിക, ലീഗിന്റെ ആദർശങ്ങൾ, ഇതാണ് കാര്യം. ഇത് മറച്ചു വെച്ചിട്ട് വോട്ട് ചെയ്തവരെ ചീത്ത വിളിച്ചോണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അത് പ്രതീക്ഷിച്ചു ഇത് പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും ഇല്ല. ഇവർ ചെയ്ത തെമ്മാടിത്തരം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കാൻ പറ്റാത്ത തെമ്മാടിത്തരങ്ങളാണ് 2004-2014 ചെയ്തത്. ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട SC/ST OBCക്ക് കിട്ടേണ്ട സംവരണങ്ങളും ആനുകൂല്യങ്ങളും രാജ്യം വിഭജിച്ചുകൊണ്ട് പോയവർക്ക് കൊടുത്തു. അതുപോലെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞു കയറുന്നവർക്ക്, റോഹിംഗ്യകൾക്കും ബംഗ്ലാദേശികൾക്കും കൊടുക്കുന്നു. ഇത് തന്നെയാണ് പ്രശ്നം. ഇതിൽ കോൺഗ്രസിന്റെ നിലപാട് മാറ്റാത്തിടത്തോളം കാലം കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കും. ഇതിൽ കൃത്യമായ നിലപാട് അവർ എടുക്കാത്തിടത്തോളം കാലം ബാക്കി ആരും അവരോട് ചേരുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള പ്രചരണവും അത്രയ്ക്ക് രാജ്യത്തെ അധിക്ഷേപിക്കുകയും രാജ്യത്തെ തകർക്കുന്നവർക്ക് ശക്തി നൽകുകയും പരിപാടിയായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോ 2 ദിവസം കൂടെ റിസൾട്ട് വരുമ്പോൾ ഇവരെന്താ നമുക്ക് കാത്തിരിക്കാം.